കേരള PSC എന്ന് പറയുന്നത് ഒട്ടേറെ ഒഴിവുകൾ ഉണ്ടെങ്കിലും കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ നടത്തുകയും പരീക്ഷ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ജോലിയിൽ പ്രവേശിക്കുക എന്നുള്ളത് ഞങ്ങൾക്കൊരു സ്വപ്നമായി മാത്രം മാറുകയാണ്. PSC റാങ്ക് ഹോൾഡേഴ്സിന്റെ വിഷയം അത് ഇങ്ങനെ എല്ലാ സ്ഥലത്തും എല്ലാ ഇതും പറയുകയാണ്. ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് പോലും 1 കൊല്ലവും 2 കൊല്ലമായിട്ട് അപ്പോയിന്റ്മെന്റ് ഇല്ല. അത് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എവിടെ വേക്കൻസി ഉണ്ടായാലും വിത്തിൻ 24 hours ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി ആകാൻ പോവാം, ലീഗലൈസ് ചെയ്യാൻ പോവാം. അക്ഷരമുത്തുകൾ കോർക്കാനായി കാത്തിരുന്ന് പഠിച്ചവർ ഞങ്ങൾ സൂചന കണ്ട് പഠിച്ചിട്ടില്ലേ സമരത്തിന്റെ രൂപം മാറും. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്താണ് കേരളത്തിലെ LPSC റാങ്ക് ഹോൾഡേഴ്സ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ സമരം നടത്തിയത്. ലിസ്റ്റ് വന്നിട്ട് 1 വർഷത്തോളമായിട്ടും 1ാം റാങ്കുകാരന് പോലും നിയമനം നടന്നിട്ടില്ല എന്നതാണ്. 1 വർഷം തികയുകയാണ് ഇന്ന് റാങ്ക് ലിസ്റ്റ് വന്നിട്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? എന്താ ഇനി 1 വർഷം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു 25% ഒരു ലിസ്റ്റിൽ നിന്ന് നിയമനം നടക്കേണ്ട അവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇതുവരെയുള്ള ലിസ്റ്റുകളിലൊക്കെ തന്നെയും 1 വർഷം ആകുമ്പോഴത്തേക്ക് ആ ലിസ്റ്റിൻ്റെ 25% ആളുകളെ അപ്പോയിൻ്റ് ചെയ്ത് കാണും. പക്ഷെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ 8 ജില്ലകളിൽ 1ാം റാങ്കിന് പോലും നിയമനമായിട്ടില്ല എന്ന് മാത്രമല്ല ആൻറ്റിസിപ്പേറ്ററി വാക്കൻസി പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് പോയി അവരിപ്പോഴും വെയിറ്റിങ്ങിലാണ്, അവർക്ക് നിയമനം കൊടുത്തിട്ടില്ല. ഇത്രയും പ്രതിസന്ധികൾ നേരിടുന്ന സമയത്ത് ഒരു ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നം എന്താണെന്ന് ആരായുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ടത് സർക്കാരാണ്, അല്ലെങ്കിൽ ആ വകുപ്പാണ്, വിദ്യാഭ്യാസ വകുപ്പാണ്. നമ്മൾ ഒരു പ്രശ്നം പറയുമ്പോൾ അത് കോമണായിട്ട് എല്ലാ ലിസ്റ്റിൻ്റെയും പ്രശ്നം അല്ലെങ്കിൽ എല്ലാ PSC ഉദ്യോഗാർത്ഥികളുടെയും പ്രശ്നം റാങ്ക് ലിസ്റ്റുകാർ എന്നുള്ളൊരു ഒരൊറ്റ കൂനിയിൽ നമ്മളെ വാർത്തിരിക്കാം. അതല്ല ചെയ്യേണ്ടത്, അതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ സർക്കാർ അധികൃതരോടൊക്കെ ചോദിക്കുമ്പോൾ അവരെന്താണ് മറുപടി നൽകുന്നത്? PSC റാങ്ക് ഹോൾഡേഴ്സ് എന്തായാലും ഇതിനൊരു പരിഹാരം കാണും, അത്ര മാത്രമേ ഉള്ളൂ. നോക്കാം. ഈ ഒരു വാഗ്ദാനങ്ങളല്ലാതെ ഇത് എന്താണ് അവരുടെ പ്രശ്നം, എന്തുകൊണ്ടാണ് നിയമനം നടക്കാത്തത് പരിശോധിക്കുകയോ അതിൽ ഇടപെടുകയോ ചെയ്തതായിട്ട് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കഴിഞ്ഞ സർക്കാരുള്ള കാലത്ത് അവസാനം സമരത്തിലേക്ക് എത്തിപ്പെട്ടത്. ഇത് വല്ലാത്തൊരു ദുർവിധിയാണ്. കാരണം നമ്മൾ എത്ര സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഓരോ ഉദ്യോഗാർത്ഥിയും പരീക്ഷ എഴുതുന്നത്. പ്രത്യേകിച്ചും ലേഡീസ്, ജെൻസും ആണ്, നമുക്കതിനെ വേർതിരിവൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും നമ്മൾ ഈ അത്രയും സാക്രിഫൈസ് ചെയ്ത് അത്രയും വർഷങ്ങൾ ഇതിൻ്റെ പുറകെ ചിലവഴിച്ച് വീണ്ടും ഈ പരീക്ഷ എഴുതി റാങ്ക് ഹോൾഡറാണ് എന്നിട്ട് ഇതിൻ്റെ പുറകെ ഓടി 1 വർഷമായിട്ടും നിയമനം കിട്ടുന്നില്ല. അപ്പോൾ ഇനി നിയമനം കിട്ടുമോ എന്നുള്ളൊരു സംശയം, അതിൻ്റെ പുറകെ ഓടി ക്ഷീണിച്ചൊരവസ്ഥയാണ്. എല്ലാ ലിസ്റ്റുകൾക്കും അങ്ങനെയുള്ളൊരു ദുർവിധിയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ലിസ്റ്റിനെ സംബന്ധിച്ച് വേറൊരു പ്രതിസന്ധിയും കൂടിയുണ്ട്. ഇപ്പോൾ അധ്യാപകരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻറ്റ് വാക്കൻസികളിൽ മറ്റുള്ള തസ്തികകളിൽ വാക്കൻസി വരുന്ന മുറയ്ക്ക് ഫില്ല് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ അധ്യാപക തസ്തികകളിൽ അങ്ങനെയല്ല. അതിൽ കുട്ടികളും അതുപോലെ അധ്യാപകരും തമ്മിലുള്ള ഒരു റേഷ്യോ കീപ്പ് ചെയ്തിട്ട് വേണം ഒരു സ്കൂൾ പ്രവർത്തിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ LP തലത്തിലാണെങ്കിൽ 30 കുട്ടികൾക്ക് ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ, UPയിലാണെങ്കിൽ 35 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ, ഹൈസ്കൂളിലാണെങ്കിൽ 45 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്നുള്ള ഒരു രീതിയുണ്ട്. അതിപ്പോൾ KR അനുസരിച്ചും NEP അനുസരിച്ചും ഇത് തന്നെയാണ് റൂള്. അതിനകത്ത് കുട്ടികളുടെ ഇപ്പോൾ ബർത്ത് റേഷ്യോ പറയുന്നത് കൊണ്ട് പിന്നെ ഈ പറയുന്ന പോലെ മുക്കിന് നമുക്ക് അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ കാണാം. അതൊക്കെ NOC കിട്ടി പ്രവർത്തിക്കുന്നതാണോ എന്ന് പോലും പരിശോധിക്കുന്നില്ല. അതൊക്കെ സർക്കാരാണ് പരിശോധിക്കേണ്ടത്. പക്ഷേ നമ്മൾ സമീപിക്കുമ്പോൾ ഇവർ പറയുന്നൊരു വിഷയം, നിങ്ങളത് കണ്ടെത്തി നിങ്ങളത് കേസ് പോകണം എന്നൊക്കെയാണ് നമ്മളോട് പറയുന്നത്. അതായത് ഒരു ഉദ്യോഗാർത്ഥികളോട് അതെങ്ങനെ ഇവർക്ക് പറയാൻ തോന്നണമെന്ന് വരെ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. കാരണം നമ്മൾ പരീക്ഷ എഴുതി ജോലി കാത്തിരുന്ന് സ്വാഭാവികമായിട്ട് ജോലി കിട്ടേണ്ട ആളുകളാണ്. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടികളില്ലാന്ന് മനസ്സിലാക്കുകയും കുട്ടികളെ പൊതുവിദ്യാലയത്തിൽ എത്തിക്കാനായിട്ട് വലിയൊരു പ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2028 നിങ്ങളുടെ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയാനിരിക്കുന്നത്. അപ്പോൾ ഇവർ ചോദിക്കേണ്ട കാര്യം 2028 വരെ കാലാവധി ഇല്ലേ, നിങ്ങൾക്ക് കാത്തിരുന്നൂടെ എന്നാണ്. നമ്മുടെ ലിസ്റ്റ് വന്നത് 2025 മെയ് 31. ഇപ്പോൾ 1 വർഷം പൂർത്തിയായി. ജൂണിലാണ് ഞങ്ങൾക്ക് സാധാരണ നിയമനങ്ങൾ നടക്കാറുള്ളത്. മെയ് റിട്ടയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ റിട്ടയർമെൻറ്റ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജൂൺ 1-നായിരിക്കും.
അപ്പോൾ ജൂണിൽ 6th വർക്കിംഗ് ഡേയിലായിരിക്കും കുട്ടികളുടെ തലയെണ്ണൽ പൂർത്തിയാവുക. കുട്ടികൾ കുറവ് വരുമ്പോൾ ആ എക്സസ് വരുന്ന അധ്യാപകരെ പുറത്ത് നിർത്തേണ്ട ഒരു സാഹചര്യം വരാറുണ്ട്. അപ്പം ഈ പുറത്താക്കപ്പെട്ട അധ്യാപകരെ പരിഗണിക്കണ്ട എന്ന് നമുക്ക് യാതൊരു ഇതുമില്ല, അവരെ പരിഗണിക്കണം. പക്ഷേ ഇവരെ മുഴുവൻ എടുത്ത് ഫില്ല് ചെയ്യുന്നത് ഈ റിട്ടയർമെൻറ്റ് വാക്കൻസികളിലായതുകൊണ്ട് നമുക്ക് ഒരു ഒഴിവ് പോലും നമുക്ക് കിട്ടാനില്ല. അതായത് ഒരു PSC എന്നുള്ള ഒരു നിയമനം പോലും നടക്കാനുള്ള ഒരു സാധ്യതയും നിലവിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ഒക്കെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? ഇതിപ്പോൾ നമുക്ക് ഈ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒരു കാരണം കൊണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഒന്ന് നമ്മൾ പറഞ്ഞു ബർത്ത് റേഷ്യോ ആണ്, പിന്നൊന്ന് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളുടെ ആധിക്യമാണെന്നൊക്കെ പറഞ്ഞു. അതേപോലെ ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ഡിവിഷൻ ഫോള് വരിക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടങ്ങൾ, അതായത് കൊറോണ ഉള്ള ആ ടൈമിലൊക്കെ 2019 കാലഘട്ടങ്ങൾ മുതൽ കുട്ടികളുടെ നല്ലൊരു കുത്തൊഴുക്ക് ഈ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മാറി വീണ്ടും പഴയ പോലെ തന്നെ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലേക്കാണ് കുട്ടികളെ അയക്കുന്നത്. ഈ ഡിവിഷൻ ഫാള് എന്ന് പറയുമ്പോൾ അതിനെ മറികടക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് പരിഹാര മാർഗങ്ങളാണ് സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്? നമ്മൾ ഈ പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നം ഡിവിഷൻ ഫോളാണ്. അപ്പോൾ ഈ ഫോള് പരിഹരിക്കാൻ നമ്മൾ റേഷ്യോ കുറയ്ക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 30 കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു ടീച്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ 31-35 കുട്ടികൾ ഉണ്ടെങ്കിലൊക്കെ രണ്ടാമത്തെ ഒരു ഡിവിഷൻ കിട്ടും, അല്ലെങ്കിൽ ആ ഡിവിഷൻ നഷ്ടപ്പെടും. ഇങ്ങനെയാണല്ലോ സാഹചര്യം. സോ നമ്മൾ അത് ഡിവിഷൻ ഫോളൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ 25 എന്നുള്ള കുട്ടികളുടെ റേഷ്യോ ആക്കിയിട്ട് 25 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ എന്നുള്ളൊരു റേഷ്യോ ആക്കി കഴിഞ്ഞാൽ തന്നെ ഇവർ പുറത്ത് പോവില്ല. ഇവർ അതാത് സീറ്റുകളിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് ആ റിട്ടയർമെൻറ്റ് വരുന്ന വാക്കൻസികൾ ഫില്ല് ചെയ്യപ്പെടുകയും ഇതിനൊരു സ്മൂത്തായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അല്ലാത്ത പക്ഷം എന്താണ്, ഈ പറയുന്ന ഫോള് തുടരെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഈ ഫില്ല് ചെയ്യപ്പെടാത്ത ലിസ്റ്റ് അതുപോലെ തന്നെ ഫില്ല് ചെയ്യപ്പെടാതിരിക്കുകയും ഒരാളെ പോലും എടുക്കാതെ ആ ലിസ്റ്റ് അവസാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. തുടർന്ന് ഈ ലിസ്റ്റ് അവസാനിക്കുന്നതിൻ്റെ തൊട്ട് ദിവസം തന്നെ അടുത്ത ലിസ്റ്റ് വരും. ഇതാണിപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുട്ടിലിഴഞ്ഞൊക്കെ സമരങ്ങളുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ വർഷം ലാസ്റ്റ്. ആ സമയത്ത് പ്രതിപക്ഷ നേതാക്കളൊക്കെ നിങ്ങളോട് സംസാരിച്ചു. അപ്പോൾ എന്തായിരുന്നു അവരുടെ ഒരു വാഗ്ദാനം പുതിയ സർക്കാർ വരുമ്പോൾ? നമ്മൾ കേട്ടു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതായത് ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് UDF സർക്കാർ, ഇപ്പം നിലവിലുള്ള UDF സർക്കാർ, അതിൻ്റെ നേതാക്കളൊക്കെ തന്നെ നമ്മളെ സമീപിക്കുകയുണ്ടായി. നമ്മളും അവരെ സമീപിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇടപെടണം എന്നുള്ള ഒരു ആവശ്യം പരിഗണിച്ചിട്ട്. അപ്പോൾ അവർ പറയുന്നൊരു വിഷയം, അതിനകത്ത് എനിക്ക് ഇന്നത്തെ CM-ൻ്റെ അടുത്ത് ഒന്ന് സംവദിക്കാനുള്ള ഒരു അവസരം കിട്ടി. അന്നേരം ഞാൻ ചോദിച്ചത് എൻ്റെ LPST എന്ന് പറയുന്ന ലിസ്റ്റിനെ കുറിച്ചല്ല. PSC ഉദ്യോഗാർത്ഥികൾ പൊതുവേ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഈ നിയമനം പ്രോപ്പറായി കിട്ടുന്നില്ല. അതായത് കൃത്യമായിട്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ എഴഞ്ഞെഴിഞ്ഞുള്ള നിയമനങ്ങളാണ് നടക്കുന്നത്. അപ്പം അതിനൊരു പരിഹാരം ഉണ്ടാവണമെന്ന് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതാണ്, കൃത്യമായിട്ട് 24 മണിക്കൂറിനുള്ളിൽ ഒരു ഒഴിവ് വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുമെന്നുള്ള ഒരു ഉറപ്പ് അന്ന് തന്നിരുന്നു. പരീക്ഷ എഴുതുന്നോ പിന്നെ കൂടെ സമരവും കൂടെ ചെയ്യേണ്ട ഒരു ഗതികേടിലാണോ ഉദ്യോഗാർത്ഥികൾ? ഉറപ്പായിട്ടും. കാരണം നമ്മൾ എത്ര വർഷമാണ്, അതായത് ഒരു നോട്ടിഫിക്കേഷൻ ഒരു വർഷം വരുന്നു. ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ 23 വന്നു, 24 പരീക്ഷ നടന്നു, 25 മെയ് 31 റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നു. ഇത് 26 മെയ് 31, 4 വർഷമായി. ഇനി ഞങ്ങൾ 2 വർഷം കാത്തിരിക്കണം. എന്തിനാ? ഈ ലിസ്റ്റ് അവസാനിക്കാൻ, ഇതിൽ നിയമനം കിട്ടുമോ എന്ന് കാത്തിരിക്കുക. ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ, എങ്ങനെയൊക്കെ ഈ ഒഴിവുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, ആ ഒരു സംവിധാനങ്ങളെക്കുറിച്ച് ഈ പറയുന്ന വകുപ്പിനെ നമ്മൾ ധരിപ്പിക്കുക. നമ്മളാണിത് സ്റ്റഡി ചെയ്യുന്നത്, റിസർച്ച് ചെയ്യുന്നത്. ഇതിലെന്തൊക്കെയാണ് പോരായ്മകൾ, ഇതിനെന്തൊക്കെയാണ് സൊല്യൂഷൻസ്. ഇതാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ നിവേദനത്തിനകത്ത്, സർ ഞങ്ങൾക്ക് ഇത്രയും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിച്ചിട്ടില്ല, ഇത്രയും ഉദ്യോഗാർത്ഥികളുടെ നിവേദനമാണ്, ഞങ്ങളെ പരിഗണിക്കണം എന്ന് മാത്രമല്ല നമ്മുടെ റിക്വസ്റ്റ്. നമ്മുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് സർ, ഇതിന് ഇന്ന പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന റെസൊല്യൂഷൻസ് ഇപ്പം ഉണ്ട്, അപ്പം ഇതും നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇതിനെ ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് നമ്മൾ പറയുന്നത്. ജസ്റ്റ് ഇവരത് സ്റ്റഡി ചെയ്താൽ മാത്രം മതി, ഇത് ശരിയാണോ എന്ന് പരിശോധിച്ചാൽ മാത്രം മതി, മനസ്സിലാവും. നിങ്ങൾ വലിയ സ്ട്രഗിൾ ആയിരിക്കുമല്ലോ ഇതിൻ്റെ പുറകെ. കഴിഞ്ഞ ലിസ്റ്റ് 2023 പരീക്ഷ നോട്ടിഫിക്കേഷൻ വരുന്നു, 2024 പരീക്ഷ നടക്കുന്നു. അതിനുശേഷമുള്ള നിങ്ങളുടെ ഒരു സ്ട്രഗിൾ എങ്ങനെയായിരുന്നു, യാത്ര എങ്ങനെയായിരുന്നു? ജേണി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു യാത്രാ വിവരണമൊക്കെ എഴുതാമെന്ന് പറയാം. അങ്ങനെ ഒരു ജേണിയാണ്. കാരണം നമുക്ക് റാങ്ക് ലിസ്റ്റ് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു
ഒരു ലിസ്റ്റ് വരും നമുക്ക്. അതിനകത്ത് നമ്മളിപ്പോൾ കാണുമ്പോൾ കഴിഞ്ഞ ലിസ്റ്റിൽ ഏകദേശം ഒരു 85% ആളുകളെ നിയമനം നടത്തി. അതിന് മുന്നിലത്തെ ലിസ്റ്റ് മുഴുവൻ എടുത്തു. അപ്പോൾ എന്തുകൊണ്ടാണ് നിയമനം വൈകുന്നത്? അത് നമ്മൾ സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായത് ഇതാണ്. കുട്ടികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ട്, ഡിവിഷൻ ഫോൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ അപ്പം തന്നെ ഫീൽഡിലിറങ്ങി ഇതിനൊരു പരിഹാരം എന്താണെന്ന് പഠിച്ച് ഫീൽഡിലിറങ്ങി കുട്ടികളെ പൊതുവിദ്യാലയത്തിലെത്തിക്കാൻ തുടങ്ങി. ഇതൊക്കെ അധ്യാപക സംഘടനകളും അധ്യാപകരും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അധ്യാപകരും സർവീസിലുള്ളവരും കൂടെ ഇതിനെ ഇനീഷ്യേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊതുവിദ്യാഭ്യാസ മേഖലയെ പിടിച്ചു നിർത്തണം എന്ന് ആത്മാർത്ഥമായി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നടക്കും. ഞങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ. വെറും ഞങ്ങൾ അങ്ങനെയാണല്ലോ നമ്മളെ കാണുന്നത്, വെറും ഉദ്യോഗാർത്ഥികൾ എന്നുള്ള നിലയ്ക്കാണ് കാണുന്നത്. ഈ പറയുന്ന വെറും ഉദ്യോഗാർത്ഥികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ സർവീസിലുള്ള അധ്യാപകർക്ക് കഴിയുന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ തവണ നിങ്ങളെ സമരങ്ങളൊക്കെ ചെയ്തപ്പോൾ MP ഒക്കെ വിളിച്ചു, നിങ്ങളെ ചർച്ചയൊക്കെ നടത്തി. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തീരുമാനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് A. റഹീം MP ആണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും, ഇതിന് വേണ്ട പരിഹാരം ഉണ്ടാവും എന്നുള്ള ഉറപ്പിന്മേലാണ് നമ്മൾ സമരം നടത്തിയത്. നമ്മുടെ ഡിമാൻഡ് ഇതായിരുന്നു. നമ്മളിപ്പോൾ എത്തിച്ചൊരു HTV എന്ന് പറയുന്ന ഒരു തസ്തികയുടെ ഫയൽ ഫിനാൻസിൽ എത്തിക്കണം എന്നായിരുന്നു. അപ്പോൾ ഫിനാൻസിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഏത് സർക്കാരാണെങ്കിലും നമുക്ക് പുട്ടപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതങ്ങനെയല്ല. അത് അണ്ടർ സെക്രട്ടറിയുടെ സെക്ഷനിൽ തന്നെ കിടക്കുകയാണ്, ജനറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ നമ്മൾ സാധാരണ ഉദ്യോഗാർത്ഥികൾ ചെയ്യുമ്പോൾ ചെയ്യാം, നമ്മളിങ്ങനെ പോയി പറയും, സാറ് ഇങ്ങനെ ഫയലുണ്ട്, ഇതൊന്ന് ഫോർവേഡ് ചെയ്യണം, ചെയ്യാം. അങ്ങനെ നമ്മളെ 2.5 മാസം വലയിപ്പിച്ചിട്ടുണ്ട്. 2.5 മാസം. അതിനെ തുടർന്നാണ് നമുക്ക് ഈ സമരത്തിലേക്കൊക്കെ എത്തേണ്ടി വന്നത്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മൾ സമരം അവസാനിപ്പിച്ച് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും, അതൊരു ഹോളിഡേയ്സ് ഒക്കെ ആയിരുന്നു അതിൻ്റെ ഇടയിൽ, അപ്പോഴത്തേക്കും ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. ആ ഫയൽ വീണ്ടും അവിടെ തന്നെ ഈ പറഞ്ഞ പോലെ ഫിനാൻസിലെത്താതെ അവിടെ തന്നെ കിടപ്പാണ്. അതൊക്കെ ഞങ്ങളിപ്പോൾ അത്രയും ശ്രമിച്ചിട്ടും ഇതൊന്നും നീങ്ങുന്നില്ല എന്നുള്ളൊരു വളരെ വിഷമമുണ്ട്.